എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആണെന്നും അതുപോലെ തന്നെ സേഫ് ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മലബാറിന്റെ സ്വന്തം കോഴിയടയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ സ്നാക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പ് തുറക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ കേരള പൊറോട്ടയുടെ റെസിപ്പി ഒരുപാട് പേര് കണ്ടു, അതുപോലെ തന്നെ ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കി ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കാണാത്തവർ കാണാനും തയ്യാറാക്കി നോക്കാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള കോഴിയട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കോഴിയട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മാവ് റെഡിയാക്കണം. ഇത് നമ്മൾ കോഴിയുടെ സ്റ്റഫിങ് വെച്ചിട്ട് പൊരിച്ചെടുക്കാനുള്ള മാവ് നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഒരു ഗ്ലാസ് മൈദ. ഇത് നമ്മൾ മൈദ വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി മൈദയും പകുതി ആട്ട വെച്ചും ചെയ്യാം. അതേസമയം ആട്ട മാത്രം വെച്ചും ചെയ്യാം. പക്ഷേ ആട്ട മാത്രം വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം മൈദ മാത്രമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ അളവിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഗ്ലാസ് മൈദ 240 ml ഗ്ലാസ്സാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് ആണോ ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നല്ലൊരു ഗോൾഡ് കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഒരുപാട് പഞ്ചസാര കൂടാൻ പാടില്ല. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഓയിൽ, അതല്ലെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ബട്ടർ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. ആ നെയ്യ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ആദ്യം ഒഴിക്കരുത്. നമുക്കൊരു 1/4 ഗ്ലാസ് പ്ലസ് കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടി കഴിഞ്ഞ് ഒരു അല്പം മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ മാക്സിമം കറക്റ്റ് അളവിൽ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മതിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ ഒരുപാടൊന്നും കുഴക്കേണ്ട, അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് നമ്മൾ നൈസായിട്ടാണ് എടുക്കേണ്ടത്. അതൊന്നും ഇല്ലെങ്കിൽ വെറുതെ കൈ കൊണ്ട് പിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചോപ്പറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതായത് ഒന്ന് നൈസായിട്ട് ഇരിക്കുന്ന സംഭവം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. 250 ഗ്രാമാണ്, അതായത് 1/4 കിലോ. ചെറിയൊരു അളവിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കടായി നമുക്ക് വെക്കുക. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞത്. ഇഞ്ചിയുടെ അളവ് എപ്പോഴും വെളുത്തുള്ളിനേക്കാളും പകുതി മതിയാകും. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു അല്പം പെരുംജീരകം ചതച്ചതാണ്. ഒരു നുള്ളു പെരുംജീരകം ചതച്ചത്. പെരുംജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു വലിയ സവാള, നിങ്ങളുടെ അടുത്ത് വലിയ സവാള ഇല്ലെങ്കിൽ മീഡിയം 2 സവാള എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ചെറിയൊരു ഗോൾഡ് കളർ ആവുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം സ്പൈസ് ലെവലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടിത് ഗോൾഡ് കളർ ആവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ചെറിയൊരു ഗോൾഡ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തീ കുറയ്ക്കണം. ചെറിയ തീയിലോട്ട് മാറ്റുക. അതിനുശേഷം ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് എരിവുള്ള മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ കേട്ടോ, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 3 പൊടികളും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അങ്ങ് വഴറ്റി കൊടുക്കുക കേട്ടോ. പച്ചമണം മാറണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ കുത്ത് മുന്നോട്ട് നിൽക്കും. ബേസിക്കലി നമ്മൾ ഏത് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് അതിൻ്റെ എല്ലാം കൂട്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് വ്യത്യാസപ്പെടുമ്പോഴാണ് ഓരോന്നിൻ്റെയും ടേസ്റ്റ് ഡിഫറൻസ് വരിക. അപ്പോൾ എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, ചേച്ചി ഓരോ മസാല ചെയ്യുമ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെയാണ്, പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണല്ലോ. അതാണ് ഈ മസാലകളുടെ മാജിക് എന്ന് പറയുന്ന സംഭവം. തീ കുറച്ചൊന്ന് കൂട്ടാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നല്ല പഴുത്ത ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് ആ ഒരു പച്ചച്ചോവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിവിടെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോപ്പറിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് ചെറുതാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് അരയ്ക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് പൊടിച്ചാൽ മാത്രം മതിയാകും. ഇനി നമ്മുടെ മസാലയിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി മതിയാകും, നല്ല പഴുത്ത തക്കാളി കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചീനച്ചട്ടിയിലാണെങ്കിൽ ചിലപ്പോൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ തക്കാളി കുക്കായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് തിളച്ചിട്ട് നമുക്കിതിന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതിലോട്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് സ്പൈസ് ലെവലൊക്കെ നോക്കുക, കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതിന് വെള്ളമെല്ലാം വറ്റിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില നിർബന്ധമൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാം. പിള്ളേർക്ക് പക്ഷേ കറിവേപ്പില ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ഇട്ടിരിക്കുന്നത്. അപ്പോൾ മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല എണ്ണം വരണ്ടിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കണ്ട, ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് ഇരുന്നോട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു നനവോട് കൂടി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലയുടെ ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാവില്ലേ, മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി അങ്ങ് ഉരുട്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് പരത്തി ഉള്ളിൽ ഫില്ല് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം, വലിയതായിട്ട് ചെയ്യണോ ചെറുതായിട്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ സൈസിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ എണ്ണം കിട്ടും ചെറുതായി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടത് മുറിച്ച് കൊടുക്കുകയാണേ. ഈക്വലായിട്ട് മുറിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ പഴയ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരെണ്ണം മാത്രം ഇവിടെ വയ്ക്കുക. ബോർഡിൽ കുറച്ച് മൈദ വെച്ച് കൊടുക്കുക. ലൈറ്റായിട്ട് മാത്രം ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പാടില്ല, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ലൈറ്റായിട്ട് മാത്രം ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് മാക്സിമം പരത്തി കൊടുക്കുക. ഒരുപാട് മൈദ ആയി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. മൈദ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം മൈദ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടർ വെച്ചിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്താലും മതി കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ ഗ്ലാസിൻ്റെ മൂടിയോ ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പരത്തിയിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഒരു കുക്കി കട്ടർ വെക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസിൻ്റെ മൂടിയോ ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുണ്ടാവും നമുക്കിതങ്ങ്. ഇത് കളയണ്ട, ഇത് നമ്മുടെ മാവിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് ഫില്ലിങ് ഞാനിവിടെ 1 ടീസ്പൂൺ ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട. ഫില്ലിങ് വെക്കുമ്പോൾ 2 സൈഡിലോട്ടും ആവാതെ മിഡിൽ പോർഷനിൽ മാത്രം വയ്ക്കുക. ഈ ഭാഗത്തേക്ക് കുറച്ച് സ്പേസ് വേണം, ഇവിടെ ബാക്കിലും കുറച്ച് സ്പേസ് വേണം കേട്ടോ. അതിനുശേഷം
ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതേസമയം ഇപ്പുറത്തെ വിരൽ വെച്ചിട്ട് ഇതിനെ മാക്സിമം അറ്റത്തേക്ക് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈ എപ്പോഴും ഒന്ന് തുടയ്ക്കുക ഒരു തുണി വെച്ചിട്ട്. അതിന് ശേഷം നമുക്കിതിനെ കയ്യിലെടുത്ത് പിടിച്ചതിന് ശേഷം രണ്ട് സൈഡും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ ചിക്കൻ്റെ ഭാഗത്തിന് നമുക്ക് മാക്സിമം മിഡിലോട്ടൊന്ന് തള്ളി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഏതെങ്കിലും ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് എന്തിനാ? ഇത് പൊട്ടിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരു ഭംഗിയുള്ള ഷേപ്പ് കിട്ടുകയും ചെയ്യും, ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരില്ല. മനസ്സിലായല്ലോ? ഈസിയാണ്. ഞാനതിന് മുൻപ് ഇതുപോലെ തന്നെയാണ് മോമോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ എല്ലാതും റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കൈ വെച്ച് ഉള്ളിലോട്ട് ആക്കുന്ന സമയത്ത് ഈ കൈമ്മൽ മസാല പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് തുണിയിൽ തുടച്ചതിന് ശേഷം മാത്രം വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിന് പുറത്തൊക്കെ മസാല വരും, അതുകൊണ്ട് ഭംഗി നഷ്ടപ്പെടും കേട്ടോ. നമ്മളവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളകൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒട്ടിപ്പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ തനിയെ മാറ്റി വെച്ചാൽ മതി. ഒട്ടിപ്പിടിച്ചാലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം മൊത്തത്തിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മാവ് മുഴുവനും പരത്തി 25 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ ഉണ്ടാക്കിയെടുത്തപ്പോൾ. പിന്നെ കുറച്ച് ചിക്കൻ്റെ ഫില്ലിങ് ബാക്കിയുണ്ട്, ഒരു 3-4 ടേബിൾ സ്പൂൺ ഫില്ലിങ് ബാക്കിയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാവ് പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക, പിന്നെ ഉണ്ടാക്കിയാലും മതിയാകും. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടി കണ്ടിട്ട് ഒരു കടായിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എണ്ണ ഒരിക്കലും ഒരുപാട് ചൂടാവാൻ പാടില്ല. മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ കോഴിയട ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 3-4 കോഴിയട ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയുടെ ചൂട് ഇമ്പോർട്ടൻ്റ് ആണ്. എണ്ണയുടെ ചൂട് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇട്ട വശം തന്നെ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സംഭവം ക്രിസ്പ് ആവില്ല. നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഗോൾഡ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതങ്ങ് കോരി മാറ്റി വയ്ക്കുക. പിന്നെ പുറത്ത് വെക്കുമ്പോഴും കുറച്ച് സമയം കഴിയുമ്പോൾ കളർ ചേഞ്ച് കുറച്ചും കൂടി ഡാർക്ക് ആവും. അത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഈ സമയത്ത് നമുക്കങ്ങ് കോരി മാറ്റി വയ്ക്കാം. ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അതല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും ഗോൾഡ് കളർ ആവുന്നവരെ തിരിച്ചും മറിച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മൊത്തത്തിലുള്ള കോഴിയുടെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് മാത്രം ഫില്ലിങ് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, കഴിക്കുമ്പോൾ നല്ല ജ്യൂസിയാണ്. ഞാൻ ഒരുപാട് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തൊരു കഷ്ട ചെയ്ത് നോക്കിക്കേ. എന്തിനാ ഇതിങ്ങനെ ചെയ്തത് എന്നോട് പറയാണ്ട്? വേണ്ട പ്ലീസ്. എന്തിനാ മീശ പഠിച്ചത്? അയ്യേ, ഇതിപ്പോ ഇതാ വേറെ ആരോ പോലെ ഇരിക്കുന്നു. വേണ്ട, എനിക്ക് ചേഞ്ച് വേണ്ട. ഈശ്വരൻ, എന്തിനാ ഇതിപ്പോ പെട്ടെന്നോട് പോയി കണ്ട് ചെയ്തത്? ഞങ്ങളോടൊന്നും മിണ്ടാണ്ട. കൊറേ മീശ പഠിച്ചിട്ടില്ലേ? ഇനിയിപ്പോ നന്ദു വകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. സന്തോഷായില്ല? ഇടയ്ക്ക് ഓരോന്നിരിക്കുമ്പോ ഒരു തോറ്റം തോന്നില്ല.